ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു ശാലിനിയോട് പറയുവാണ്, ശാലിനി നിനക്ക് എങ്ങനെ തോന്നി എന്നെ ചതിക്കാനായിട്ട്? അകന്നിരുന്നാലും പരസ്പരം ഒരു മനസ്സാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത്. നിനക്ക് എങ്ങനെ എന്നെ വഞ്ചിക്കാൻ തോന്നി? ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ശാലിനി നീ ഇങ്ങനെ ചെയ്യുമെന്ന് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് സങ്കടപ്പെട്ട് ദേഷ്യപ്പെടുകയാണ്. നീ എന്നോട് കാണിച്ച ഈ വഞ്ചന എനിക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ദാണ്ട ഇവിടെ ഈ നിമിഷം കൊണ്ട് അവസാനിക്കുകയാണ് എന്നും പറഞ്ഞ് വിഷ്ണു സങ്കടത്തോടെ അങ്ങ് ഇറങ്ങിപ്പോവാണ്. അതുകൊണ്ട് സത്യഭാമയാന്നെ അങ്ങ് ദേഷ്യം കൊണ്ട് നിൽക്കുക. എടി ശാലിനി എന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ചിങ്ങനെ വലിക്കുകയും തെളുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ കളക്ടർ ട്രെയിനിങ്ങിന് പോവാന്നും പറഞ്ഞ് അവൻ്റെ കൂടെ പൊറുക്കാനായിരുന്നു പോയതില്ലേ? അവനെയും കല്യാണം കഴിച്ച് സുഖമായിട്ടൊരു കുഞ്ഞിനെയും പ്രസവിച്ചിട്ട് വന്നിട്ട് ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയില്ലേ? നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ സത്യയുടെ അച്ഛനാരാന്ന് ചോദിച്ചിട്ട് നീ മറുപടി പറയാഞ്ഞത് ഇതുകൊണ്ടായിരുന്നില്ലേ? ഇനി ഇതേ ഉള്ളോ, ഇനിയും ഇത് കൂടുതലുണ്ടോ നിൻ്റെ കയ്യിലുള്ള വഞ്ചന ഞങ്ങളോട് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ പിടിച്ച് വലിക്കുകയും തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സത്യഭാമ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി നീ എൻ്റെ മകനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി മേലാൽ നീ എൻ്റെ മോൻ്റെ പുറകിന് വരികയോ ഞങ്ങൾ പോകുന്ന വഴിയിൽ പോലും നിന്നെ കണ്ടുപോയേക്കരുത് എന്നും പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ ദേഷിച്ചിറങ്ങി അങ്ങ് പോവുകയാണ്. രാഘവേട്ടനും ശ്യാമയും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, ഇതെന്ത് പറ്റി അവാർഡ് വാങ്ങിക്കാൻ പോയവർ ഇത്രയും താമസിക്കുന്നത്? ഇങ്ങനെ സ്കൂൾ ഫംഗ്ഷനൊന്നും ഇത്രയും താമസിക്കത്തില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ തീർന്ന് വീട് പിടിക്കാനാണ് എല്ലാവരും നോക്കുന്നത്. ഇവർക്കിത് എന്ത് പറ്റി? ഇവരിനി വല്ലോടും പോയതാണോ എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ പറയും, ഞാനും അതാച്ചാ ആലോചിക്കുന്നത്. ഞാൻ രോഹിത്തിനെ ഒന്ന് വിളിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ രോഹിത്ത് പറഞ്ഞത് അവിടെ വന്നിട്ടെല്ലാം പറയാമെന്ന്. അപ്പോൾ അവരെവിടെയോ പോയിട്ടുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഞാൻ രോഹിത്തിനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് രോഹിത്തിനെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. ആ സമയത്ത് തന്നെ വിഷ്ണുവിൻ്റെ കാർ അവിടെ വരികയാണ്. ആ ദാണ്ടച്ച അവർ വന്നു എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ പപ്പി ഓടി വരുവാണ് അവൾക്ക് കിട്ടിയ മൊമെൻറ്റം കൊണ്ട്. പപ്പിമോൾ അങ്ങനെ ഓടി വന്ന് അവൾക്ക് കിട്ടിയ മൊമെൻറ്റം രാഘവേട്ടനെ കാണിക്കുവാണ്. അച്ചാച്ചൻ്റെ പൊന്നുമോൾ ആ മിടുക്കിയ എന്നൊക്കെ പറഞ്ഞ് രാഘവേട്ടൻ കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുക്കുന്ന ശ്യാമയും ഭയങ്കര സന്തോഷത്തോടെ മോളെ ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. രാഘവേട്ടൻ സത്യഭാമയോട് ചോദിക്കുന്നു, എന്താ ഭാമയെ നിങ്ങൾ ഇത്രയും താമസിച്ച്? നിങ്ങൾ വല്ലോടും പോയായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യഭാമയുടെ മുഖം ഇരുണ്ട് ദേഷ്യത്തിൽ നിൽക്കുവാണ്. അതിനൊക്കെ കാരണം എന്താ? ഈ നിൽക്കുന്നവളോട് തന്നെ അങ്ങ് ചോദിയിര്. അത് കേട്ട് ശ്യാമയങ്ങ് അന്തം വിട്ട് നിൽക്കുക. അയ്യോ ഞാൻ എന്ത് ചെയ്തു? ഞാനിവിടെ നിൽക്കുമായിരുന്നല്ലോ. നിനക്കൊന്നും അറിയത്തില്ലടി. നീ നിന്റെ കുഞ്ഞേച്ചിയും നിന്റെ കുടുംബക്കാരും ചെയ്യുന്ന കള്ളത്തരമൊക്കെ ഞങ്ങൾ അറിയത്തില്ലെന്ന് വിചാരിച്ചോ? ഭാമയെ നീ എന്തൊക്കെയാ പറയുന്നത്? ഒന്ന് തെളിച്ച് പറ, എന്താ അവിടെ ഉണ്ടായത് എന്നിങ്ങനെ രാഘവേട്ടൻ ചോദിക്കുവാണ്. സത്യഭാമയും രോഹിത്തും ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുക. വിഷ്ണുവാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുനിഞ്ഞവിടെ ദേഷിച്ച് നിൽപ്പുണ്ട്. ഡാ വിഷ്ണു, നീയെങ്കിലും പറയടാ, അവിടെ എന്താണ് ഉണ്ടായത്? അവൻ എന്തു പറയാനാ? ഞാൻ പറയാം എന്നും പറഞ്ഞ് സത്യഭാമ അങ്ങ് പറയുവാണ്. സത്യയുടെ അവാർഡ് വാങ്ങിക്കാൻ വന്നത് ആരാണെന്ന് അറിയാവോ? അവിടെ അച്ഛൻ, സത്യയുടെ അച്ഛൻ അക്ഷയ്, അവനാ വന്ന് അവിടെ അവാർഡ് വാങ്ങിച്ചത്. ഇത്രയും നാൾ നമ്മൾ ചോദിച്ചല്ലോ സത്യയുടെ അച്ഛൻ ആരാന്ന്. ഇവക്കും അറിയാം, ഇവിടെ അമ്മയ്ക്കും അറിയാം. എന്നിട്ട് ഇവരാരെങ്കിലും നമ്മളോട് പറഞ്ഞോ? ഇത് കേട്ട് ശ്യാമയങ്ങ് അന്തം വിട്ട് നിൽക്കുക. സത്യയുടെ അച്ഛൻ അക്ഷയോ? അങ്ങനെ ഒരാളില്ലല്ലോ. അയ്യോ സത്യാമ്മ എന്തുവാ ഈ പറയുന്നേ? എൻ്റെ കുഞ്ഞേച്ചി അത്തരക്കാരിയല്ല, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. മിണ്ടിപ്പോവരുതടി കള്ളക്കൂട്ടങ്ങളെ എന്നും പറഞ്ഞ സത്യഭാമ അങ്ങ് ചൂടാവുക ശ്യാമയുടെ നേരെ. രോഹിത്തെ എന്തുവാ അവിടെ നടന്ന്? സത്യാമ്മ എന്തൊക്കെയായി പറയുന്നത്? രോഹിത്ത് പറയുക. പിന്നെ സത്യാമ്മ പറയുന്നതിൽ എന്താ തെറ്റ്? സത്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് അക്ഷയും പറഞ്ഞ ഒരാളവിടെ വന്ന് എല്ലാവരെയും പരിചയപ്പെടുകയും അവിടെ പ്രസംഗിക്കുക വരെ ചെയ്തു. ഇനി എന്താണ് നീ കൂടുതൽ തെളിവ് വേണ്ടത്? ഇത്രയും നാൾ നമ്മളൊക്കെ വിചാരിച്ച പോലെ അല്ലല്ലോ ശാലിനി ചെയ്തത് എന്നും പറഞ്ഞ് രോഹിത്തും ശ്യാമയോടങ്ങ് ദേഷ്യപ്പെടുക. വിഷ്ണുവാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ കണ്ണും തുറച്ചിങ്ങനെ നിൽക്കുവാണ്. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ നിങ്ങളോട് എന്താ പറയേണ്ടത്? ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കേണ്ടത്? ഒന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ കുഞ്ഞേച്ചി അത്തരക്കാരിയല്ല. എൻ്റെ കുഞ്ഞേച്ചിയുടെ മനസ്സ് മുഴുക്ക വിഷ്ണുവേട്ടന്. എൻ്റെ കുഞ്ഞേച്ചി ജീവിക്കുന്നത് തന്നെ വിഷ്ണുവേട്ടന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അങ്ങനൊന്നും പറയല്ലേ, വിഷ്ണുവേട്ടനും തെറ്റിദ്ധരിക്കല്ലേ. എൻ്റെ കുഞ്ഞേച്ചി പിന്നെ ജീവിച്ചിരിക്കില്ല. അതിയടി നിൻ്റെ കുഞ്ഞേച്ചി പുരാണം. അച്ഛനില്ലാതല്ലേ നിൻ്റെ അമ്മ നിങ്ങളെയൊക്കെ വളർത്തിയത്. അപ്പോൾ ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങളെല്ലാം ആയിരിക്കും നിൻ്റെ അമ്മ ശാരദാമ്മ പഠിപ്പിച്ചത്. എടി നിന്റെ കുഞ്ഞേച്ചി IAS ട്രെയിനിങ്ങിന് പോയത് ഇതിന് തന്നെ ആയിരുന്നോടി? ഇവനെയും കല്യാണം കഴിച്ച് അവിടെ താമസിക്കുമായിരുന്നോ? അവനും അവളോടൊപ്പം ആയിരുന്നോ താമസിച്ചിരുന്നത്? അയ്യോ സത്യാമ്മേ, അങ്ങനൊന്നും പറയല്ലേ സത്യാമ്മേ. നീ വീണ്ടും കള്ളം പറഞ്ഞു. ഇവിടെ രോഹിത്തെ ഇവിടെ മുഖമടിച്ച് പൊളിക്കടാ.
എന്നിങ്ങനെ സത്യാമ്മ ദേഷിച്ച് പറയുക. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. എൻ്റെ കുഞ്ഞേച്ചി അത്തരക്കാരി അല്ല. ഇങ്ങനെ ഇനി ചങ്കിക്കൊള്ളുന്ന വാർത്തകൾ ഇങ്ങനെ പറയല്ലേ സത്യാമ്മേ. എൻ്റെ കുഞ്ഞേച്ചി ഒരു പാവമാ. എൻ്റെ കുഞ്ഞേച്ചിയെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുമ്പോൾ, പിന്നെ നിന്റെ കുഞ്ഞേച്ചി പുരാണം പറയുന്നോടി എന്നും പറഞ്ഞ് സത്യഭാമ ശ്യാമ ഇങ്ങോട്ട് പിടിച്ചവിടെ കർണക്കുറ്റിക്ക് ഒരൊറ്റടി. ശ്യാമയുടെ കണ്ണിൽ കൂടെ പൊന്നീച്ച പറക്കുക. ശ്യാമ ഇങ്ങനെ കർണവും പൊത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഇത്രയൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടും വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. രാഘവേട്ടനാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? ഈ പറയുന്നതൊക്കെ സത്യമാണോ? എൻ്റെ ശാലിനി മോൾ അത്തരക്കാരിയാണോ? എനിക്ക് അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ശാലിനി അത്തരക്കാരി അല്ലല്ലോ. ഇപ്പം ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത് എന്നും പറഞ്ഞ് രാഘവേട്ടൻ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുക. സത്യാമ്മ വിടുന്ന പാടില്ല. ശ്യാമയിട്ട് കൊടഞ്ഞെടുക്കുക. എടി, ഇനി എന്തൊക്കെ കള്ളത്തരങ്ങളാടി നീയും കൂടെ മറച്ചു വെച്ചിരിക്കുന്നത്? നീയും കള്ളിയാ. ഇനി പപ്പിയുടെ അച്ഛനാന്നും പറഞ്ഞ് ആരെങ്കിലും കയറി വരുവോടി? എടാ രോഹിത്തെ, സത്യയുടെ അച്ഛനാന്നും പറഞ്ഞ് ഒരുത്തൻ ബൈക്കേ വന്ന്, ഇനി ഏതെങ്കിലും ഒരുത്തൻ കാറയിലായിരിക്കും ഇവിടെ വരുന്നത്. പപ്പിയുടെ അച്ഛനാന്നും പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. ഇവളെ ഒന്നും കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. നീ ഒന്ന് സൂക്ഷിച്ചോ, ഇവളും മഹാ കള്ളിയാ. ഇതൊക്കെ കേട്ട് ശ്യാമ അങ്ങ് നെഞ്ച് പൊട്ടിക്കരയുക. ഇങ്ങനെ പറയല്ലേ, കണ്ണിച്ചോരയില്ലാത്ത വാക്കുകൾ പറയല്ലേ സത്യാമ്മേ. ഞങ്ങൾ പറയുന്നതാണോടി തെറ്റ്? ഈ കണ്ണിൽ കണ്ടതും കാതാൽ കേട്ടതും ഒന്നും സത്യമല്ലെന്നാണോ? എന്നാൽ നീ പറയടി, സത്യയുടെ അച്ഛൻ ആരാ? എന്തുത്തരം പറയണമെന്നറിയാതെ ശ്യാമ നിന്ന് കുഴയുവാണ്. തൻ്റെ കുഞ്ഞേച്ചിയുടെ നിരപരാധിത്വം എങ്ങനെ ഇവരുടെ മുന്നിൽ എനിക്ക് തെളിയിക്കാൻ പറ്റും? അങ്ങനെ തെളിയിച്ചാൽ ഉണ്ടാകുന്ന അനുഭവം എന്തൊക്കെയായിരിക്കും? ഇത്രയും നാൾ മറച്ചു വെച്ച സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വിപത്തുകളായിരിക്കുമല്ലോ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഓർത്ത് ശ്യാമ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ശ്യാമ ഓടിപ്പോയി വിഷ്ണുവിൻ്റെ കാലേ വീഴുവാണ്. വിഷ്ണുവേട്ട, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. എൻ്റെ കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനെ മാത്രം സ്നേഹിച്ച് ജീവിക്കുന്ന, എൻ്റെ കുഞ്ഞേച്ചിയുടെ മനസ്സിൽ വിഷ്ണുവേട്ടൻ മാത്രമേ ഉള്ളൂ. വിഷ്ണുവേട്ടനോടൊപ്പം എന്തെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള മോഹത്തിൽ കഴിയുവാണ് എൻ്റെ കുഞ്ഞേച്ചി. എൻ്റെ കുഞ്ഞേച്ചി ഒരു പാവമാ. കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് കേട്ടിട്ട് വിഷ്ണു അവളെ അങ്ങ് തള്ളുവാണ്. എന്താടി ഞാൻ കേട്ടത്? എൻ്റെ കണ്ണിൽ കണ്ടത് എനിക്ക് വിശ്വസിക്കേണ്ടെന്നാണോ പറഞ്ഞത്? ശാലിനിയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞു, സത്യയുടെ അച്ഛൻ ആരാണ്, ആ വന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളുണ്ട്. അതുകൊണ്ടാണല്ലോ അത്ര ധൈര്യത്തിൽ അവൻ സ്കൂളിൽ വന്നതും സത്യയുടെ ഗാർഡിയനാണെന്നും പറഞ്ഞ് വന്നതും അവിടെ പ്രസംഗിച്ചതുമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരാളില്ലാതെ അവിടെ വരുമോ? ശാലിനി അറിയാതെ ആരും അങ്ങനെ വരില്ല. ഇത്രയും നാളും അവളെയെന്ന് കരുതി ജീവിച്ച് എന്നെയാണ് അവൾ വഞ്ചിച്ചത്. അകന്നു കഴിഞ്ഞാലും ശാലിനി എൻ്റെ അടുത്തുണ്ടെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചാണ് ജീവിച്ചത്. എന്നിട്ട് നിന്റെ കുഞ്ഞേച്ചിക്ക് എങ്ങനെ തോന്നി എന്നെ വഞ്ചിക്കാൻ? നീ പറയുന്നല്ലോ നിന്റെ കുഞ്ഞേച്ചി എന്നെ വഞ്ചിച്ചിട്ടില്ലെന്ന്. എങ്കിൽ പറ, സത്യയുടെ അച്ഛൻ ആരാ? അല്ലെങ്കിൽ സത്യ ശാലിനി തന്നെയാണോ പ്രസവിച്ചത്? ശാലിനിയുടെ മകൾ തന്നെയാണോ സത്യ? എങ്കിൽ ആ സത്യമെങ്കിലും നീ എന്നോട് പറ. ഇതിനൊന്നും ഉത്തരം പറയാനാകാതെ ശ്യാമ രണ്ട് കൈയും കൂപ്പി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുവാണ് വിഷ്ണുവിൻ്റെ അടുത്ത്. സത്യാമ്മ ശ്യാമയോട് പറയടി, നിന്റെ അമ്മ ശാരദയുണ്ടല്ലോ, നിന്റെ കുടുംബമേ പിഴച്ചതാ. അവള് വളർത്തിയതല്ലേ. ഇനി എന്തെല്ലാം കള്ളത്തരങ്ങളാടി നിങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുന്നത്. നിന്നെ അടിച്ചിറക്കുക ഈ വീട്ടിൽ നിന്ന് വേണ്ടത്. എൻ്റെ കണ്ണുനെ നിന്നെ ഈ വീട്ടിലെ കണ്ടുപോയേക്കരുത് എന്നും പറഞ്ഞ് സത്യഭാമ അങ്ങ് മുറിക്കകത്തോട്ട് കയറി പോവുക. എന്ത് ചെയ്യണമെന്നറിയാതെ ശ്യാമ ഇങ്ങനെ രാഘവേട്ടനെ നോക്കുവാണ്. രോഹിത്തും ദേഷിച്ച് മുകളിലോട്ട് കയറി പോവാണ്. സങ്കടം സഹിക്കാതെ വിഷ്ണു പുറത്തോട്ടിറങ്ങിപ്പോയെന്ന് ആലോചിക്കുക. ശാലിനി എന്നെ വഞ്ചിക്കുവോ? അവൾക്കങ്ങനെ ചെയ്യാനാകുമോ? ഒരിക്കലും എൻ്റെ ശാലിനിക്ക് എന്നെ വഞ്ചിക്കാൻ കഴിയില്ല. എടോ, തനിക്ക് എന്നെ വഞ്ചിക്കാനാകില്ല എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യത്തിന് എന്താ താൻ ഉത്തരം പറയാത്തത്? ആ വന്നത് ആരാണ്? അത് പറഞ്ഞില്ലല്ലോ താൻ. അതെന്തുകൊണ്ട് പറഞ്ഞില്ല? എന്നോട് എന്തിനിതൊക്കെ മറയ്ക്കണം? താനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടോ. ശാലിനി ഇല്ലാതെ വിഷ്ണു ഇല്ലടോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് അങ്ങ് തേങ്ങി കരയുവാണ്. അങ്ങനെ സത്യാമ്മയുടെ വീട്ടിലൊരു സുനാമി വന്ന പോലുള്ള ഒരു അവസ്ഥയായിപ്പോയി. എല്ലാവരും ഓരോ മൂലയിലും വിഷമിച്ചിങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ വിഷ്ണു പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് കരയുവാണ്. വിഷ്ണുവേട്ടൻ എങ്ങനെ എന്നെ സംശയിക്കാൻ തോന്നി? എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനമാണ് എൻ്റെ വിഷ്ണുവേട്ടന്. എൻ്റെ വിഷ്ണുവേട്ടനെ അല്ലാതെ വേറെ ഒരാളെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലോ. ചെറിയ സംശയത്തിൻ്റെ പേരിൽ എന്തൊക്കെയാ വിഷ്ണുവേട്ടൻ എന്നോട് പറഞ്ഞത്? അപ്പോൾ ഇത്രയ്ക്കേ എന്നെ സ്നേഹിച്ചിരുന്നുള്ളോ? ഈ ശാലിനിയെ അത്രയ്ക്ക് വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളോ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ പദം പെറുക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ശാരദാമ്മ വന്നിട്ട് നോക്കിയിട്ട്, മോളെ എത്ര നേരം കൊണ്ട് ഈ ഇരിപ്പിരിക്കുന്ന മോള് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ?
മോള് വന്ന് വല്ലതും ഒന്ന് കഴിക്ക്. എനിക്ക് വേണ്ടമ്മേ, ഒരു വറ്റ് പോലും എൻ്റെ തൊണ്ടയിൽ കൂടെ ഇറങ്ങില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാമേ ഞാൻ ഈ ശിക്ഷയൊക്കെ അനുഭവിക്കുന്നത്? എല്ലാവർക്കും നന്മയുണ്ടാകാൻ വേണ്ടിയല്ലേ അമ്മേ ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് എല്ലാ ദോഷവും എൻ്റെ തലയിലാണല്ലോ അമ്മേ വന്നത്. എല്ലാത്തിനും ശിക്ഷ ഞാനാണല്ലോ അമ്മേ അനുഭവിക്കുന്നത്. സത്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ശ്യാമയുടെ ഭാവി ഓർത്തിട്ട് എനിക്കത് പറ്റില്ലമ്മേ. ഞാനിനി എന്താമ്മേ ചെയ്യേണ്ടത്? ഇനി അവസാനമായി ഒരു ശ്രമം കൂടെ ഞാൻ ചെയ്തു നോക്കും. അതിനകത്തും വിജയിച്ചില്ലെങ്കിൽ പിന്നെ ഈ ശാലിനിക്ക് വിഷ്ണുവേട്ടൻ ഇല്ലമ്മേ എന്നും പറഞ്ഞ് ശാലിനി അമ്മയുടെ നെഞ്ചിലോട്ട് വീണ് കിടന്നങ്ങ് കരയുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി ഇനി എന്താണ് വിഷ്ണുവിനോട് പറയാൻ പോകുന്നത്? അക്ഷയായിട്ട് വന്നത് ശാലിനിയാണെന്ന് പറയുമോ? സത്യമോളുമായിട്ട് ശാലിനി എടുത്ത ഫോട്ടോ വിഷ്ണുവിനെ കാണിക്കുവോ? വിഷ്ണു സത്യങ്ങൾ മനസ്സിലാക്കുവോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.